ആയിരക്കണക്കിന് കോടി രൂപയുടെ ലാഭം ലക്ഷ്യം വെച്ച് പരിസ്ഥിതിയെ അപകടത്തിലാക്കി കോർപ്പറേറ്റുകൾക്ക് കടൽ തീരെഴുതി കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് ചൂണ്ടിക്കാട്ടി KCBC ജാഗ്രതാ കമ്മീഷൻ രംഗത്ത്. അശാസ്ത്രീയമായ നീക്കങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിരുപാധികം പിൻവാങ്ങണമെന്നും കടുത്ത അതിജീവന പ്രതിസന്ധികൾ മുന്നിൽ കണ്ടുകൊണ്ട് സമരത്തിനിറങ്ങുവാൻ നിർബന്ധിതരായിരിക്കുന്ന തീരദേശവാസികൾക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നതായും KCBC ജാഗ്രതാ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ യുഹന്നാൻ മാർ തെയോഡേഷ്യസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. കടലിന്റെ സ്വാഭാവികതയ്ക്ക് തുരങ്കം വയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം പദ്ധതികൾ പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങൾ പരിഗണനയ്ക്ക് പോലും എടുക്കുന്നില്ലാതിരിക്കെ ബ്ലൂ എക്കോണമി എന്ന അന്താരാഷ്ട്ര സുസ്ഥിര വികസന പദ്ധതി എന്ന ആശയത്തെ തൽക്കാല കാര്യലാഭത്തിനു വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്ത് ദുരുപയോഗിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവുന്നതല്ല എന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. സമുദ്രത്തിലെ വർദ്ധിത ചൂഷണം വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യത്തിൽ സമുദ്രത്തിന്റെ ആരോഗ്യവും പ്രതിരോധശേഷിയും സംരക്ഷിച്ചുകൊണ്ടുള്ള വരുമാന സമ്പാദനമെന്ന ആശയമാണ് ഐക്യരാഷ്ട്രസഭയുടെ 2012 റിയോ ഉച്ചകോടി അംഗീകരിച്ച ബ്ലൂ എക്കോണമി എങ്കിൽ കേന്ദ്ര സർക്കാർ 2021 ഫെബ്രുവരി 17 പുറത്തിറക്കിയ കരട് നയരേഖ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങൾക്ക് ഘടകവിരുദ്ധമായിരുന്നു. ആ കരട് നയക്കുമേൽ ശരിയായ വിധത്തിലുള്ള ആശയ സ്വരൂപണത്തിന് പോലും സാവകാശം നൽകാതെ 2023 ഓഗസ്റ്റിലെ പാർലമെന്റ് സമ്മേളനത്തിൽ അത് പാസാക്കുകയുമുണ്ടായി. അതിനെ തുടർന്ന് ആദ്യഘട്ടമെന്ന വിധത്തിലാണ് ഇപ്പോൾ സ്വകാര്യ കമ്പനികളുടെ സഹകരണത്തോടെ കടൽ മണനഖനനം ആരംഭിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നീക്കം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിൽ തർക്കമില്ലെന്നും കടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ കരയെയും തീരദേശങ്ങളിൽ അധിവസിക്കുന്നവരെയും മാത്രമല്ല ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കുമെന്നതിന് ഉദാഹരണങ്ങൾ വളരെ ഏറെയുണ്ടെന്നും KCBC ജാഗ്രതാ കമ്മീഷൻ വ്യക്തമാക്കി. ഇത്തരം അശാസ്ത്രീയമായ നീക്കങ്ങൾക്ക് തടയിടാനാണ് 1994 ആദ്യമായി ബ്ലൂ എക്കോണമി എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത് തന്നെ. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം ലോകം മുഴുവൻ ഗൗരവമായി ചിന്തിക്കുന്ന ഒരു വലിയ ഭീഷണിയെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് പഴയ കാലഘട്ടത്തിലേക്ക് തിരികെ പോകാനൊരുങ്ങുന്നത് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് അപമാനകരമാണെന്നും ജാഗ്രതാ കമ്മീഷൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. കടുത്ത അതിജീവന പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, കടലാക്രമണം, കടലേറ്റം, തീരശോഷണം മുതലായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തീരദേശവാസികൾ, കടലിന്റെ സ്വാഭാവിക പരിസ്ഥിതിയിൽ കഴിയുന്ന അസംഖ്യം ജീവിവർഗങ്ങൾ തുടങ്ങി കാലാവസ്ഥാ മാറ്റം സംബന്ധിച്ച് കടുത്ത പ്രതിസന്ധികൾ നേരിടുന്ന മുഴുവൻ ജനതയും വരെ ഇത്തരമൊരു നീക്കത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അതിനാൽ അശാസ്ത്രീയമായ ഈ നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിരുപാധികം പിൻവാങ്ങുകയാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും കടുത്ത അതിജീവന പ്രതിസന്ധികൾ മുന്നിൽ കണ്ടുകൊണ്ട് സമരത്തിനിറങ്ങാൻ നിർബന്ധിതരായിരിക്കുന്ന തീരദേശവാസികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് KCBC ജാഗ്രതാ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ യുഹന്നാൻ മാർ തെയോഡേഷ്യസ് പുറത്തുവിട്ട പ്രസ്താവന അവസാനിക്കുന്നത്. ചേർസ് ഡെസ്ക് ഷെക്കിനായി ന്യൂസ്.